സെവൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജർമ്മനിയിലുള്ള ഹയസ്റ്റ് പോയിന്റ് പീക്കിലേക്കാണ്. അതിൻ്റെ പേരാണ് സുക്പിറ്റ്സൈ. അപ്പോൾ നമ്മളുള്ളത് മ്യൂണിക്കിലാണ്. മ്യൂണിക്കിൽ നിന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 100 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ സുക്പിറ്റ്സയുടെ താഴേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് നമ്മുടെ ഈ ഐപ്സി എന്ന് പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്ക് താഴെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സുക്പിറ്റ്സയുടെ മേളിലേക്ക് പോകുന്ന ഒരു സെയിൽ പാൻ, അതായത് ഈ ഗൊണ്ടോള എന്ന് പറയും. നമ്മൾ കേബിൾ കാറായിട്ട് നമ്മൾ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പേര്. അപ്പോൾ അതിൽ കയറിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. സുക്പിറ്റ്സയിൽ നമുക്കൊരു 75 യൂറോ ആണ് പെർ പേഴ്സൺ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ എത്ര പേരാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. കിൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ കിഡ്സിൻ്റെ ചാർജ് റേറ്റ് നമുക്കറിയില്ല. നമ്മുടെ ഇടയിൽ കിഡ്സ് ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാൻ നിന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ എത്തണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂണിക്കിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. റീജിയണൽ എക്സ്പ്രസ് അല്ലെങ്കിൽ റീജിയണൽ എടുത്തിട്ട് നമുക്ക് ഗാർമിഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ എത്താൻ പറ്റും. അവിടുന്ന് നമുക്ക് എന്താ പറയുക, ഒരു ബസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഐപ്സി എന്ന് പറഞ്ഞ ലേക്കിൻ്റെ അല്ലെങ്കിൽ ഈ സുക്പിറ്റ്സയുടെയൊക്കെ താഴെ എത്താൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഫസ്റ്റ് സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ കേബിൾ കാറിൻ്റെ റൈഡ് എടുത്തിട്ട് മേളിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ചില്ലിട്ടായി ബിൽഡിങ്ങിലൂടെ നമുക്ക് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ലേക്ക് കണ്ടോ, ആ കാണുന്ന ഐപ്സി ലേക്ക് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ടോയ്ലറ്റ്, വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ മേളിലേക്ക് പോവാം. ഇപ്പോൾ ഈ വരുന്നതാണ് കണ്ടോ, ഈ വരുന്ന ഇത് എന്ന് പറഞ്ഞാൽ നേരത്തെ പോയിട്ടുള്ള ഒരു കേബിൾ കാറാണ്. അത് തിരിച്ച് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് മൊത്തം അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മൾ ഈ കാണുന്ന സൈസല്ല, അതിനേക്കാളും കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ ഭയങ്കര സൈസാണ് ഇതിൻ്റെ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല ഇത്. ഒരുപാട് പേര് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് കൊള്ളു ഇതിനകത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കയറുമ്പോൾ കാണാൻ പറ്റും. ക്യൂ നിന്നാണ് കയറുന്നത്. ഒരുപാട് പേര് അതിനകത്ത് കയറും. പിന്നെ ഇത് ഇങ്ങനെ ഒരുപാട് ട്രാവലിംഗ് ഉണ്ട്. കുറച്ച് സമയം മേളിലേക്ക് ട്രാവൽ ചെയ്യാനുണ്ട്, എന്നാലും മേളിലെത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഇതിൽ കയറാനായിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇത് വന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് സാധനം അവിടെ നിർത്തിയിട്ട് വേണം നമുക്ക് പതുക്കെ കയറാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ 2960 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. അതായത് നല്ലൊരു ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ വിൻ്ററിലൊക്കെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ നടക്കുള്ള ഒരു പരിപാടിയല്ല, നടപടിയാവില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും തണുപ്പായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പ്രിങ് സമ്മർ സമയമാണ്. അതുകൊണ്ട് ഇങ്ങനെ നല്ല പച്ചപ്പും കാര്യങ്ങളും, താഴെ സ്നോ ഒന്നുമില്ല, നല്ല ക്ലൈമറ്റ് വെതറൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഐഡിയൽ ഒരു സമയമാണ് വിസിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുകളിലൊക്കെ ഭയങ്കര സ്നോ ആയിരിക്കും. ഇപ്പോൾ വിൻ്ററിൽ അത് ആലോചിക്കാനേ പോലും പറ്റില്ല, അത്രയും സ്നോയും ഇതൊക്കെ ആയിരിക്കും ഇവിടെ. പിന്നെ പാർക്കിങ്ങിനൊക്കെ ആണെങ്കിൽ താഴെ കുറേ സ്ഥലമുണ്ട്. വണ്ടിയും കൊണ്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെൻറ്റിന് എടുത്ത് വാനൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. വളരെ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കുഴപ്പമുള്ളൊരു കേസല്ല. പിന്നെ ഇപ്പോൾ ഇത് ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി പൈൻ മരങ്ങളും പിന്നെ അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം ആൽപ്സിൻ്റെ ഒരു സൈഡാണത്. അപ്പോൾ ആൽപ്സൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് മേളിലേക്ക് നോക്കിയാൽ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും. എന്ന് വെച്ചാൽ അതുപോലുള്ള ഹൈറ്റിലേക്ക് ഇത് പോകണേ. 2960 മീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എലവേഷനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഈ കേബിൾ കാറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ആൾക്കാരും കൊള്ളുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കൺജസ്റ്റഡ് അല്ല, എന്നാൽ പോലും അത്യാവശ്യം ആൾക്കാരുണ്ട് അതിനകത്ത്. പിന്നെ ഇന്ത്യക്കാർ ഒരുപാട് ഉണ്ട് കേട്ടോ. ഒരുപാട് ഇന്ത്യക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമെന്ന് തോന്നാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈ പോകുന്ന വഴിയിലൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും സ്നോ കാണുന്നില്ല. മേളിൽ മാത്രമേ നമുക്ക് സ്നോ കാണാനുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ സമ്മർ ടൈം അല്ലെങ്കിൽ സ്പ്രിങ് ടൈം ഒക്കെയാണ്. അതുകൊണ്ട് സ്പ്രിങ് കഴിഞ്ഞുള്ള സമ്മറായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്നോ ഒന്നും കാണുന്നില്ല. ഇല്ലേ, ഇവിടെ ഒന്നും സത്യം പറഞ്ഞാൽ വരാനേ പറ്റില്ല, അതുപോലെ സ്നോ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം അങ്ങോട്ട് കയറിപ്പോകാനുള്ളതുകൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്.
കേബിൾ കാറിൽ കയറിയവരാണെങ്കിൽ അറിയാം, ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ടവറുകളിലെത്തുമ്പോൾ ഭയങ്കരമായിട്ട് ഈ കാണുന്ന ടവറിലെത്തുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ വരാൻ പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആണ് സംഭവം. അപ്പോൾ നല്ല രീതിയിലുള്ള ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നോർമലി സംഭവിക്കുന്നതാണ് കേബിൾ കാർ റൈഡിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നല്ല മുതലാവുന്ന ഒരു ട്രിപ്പാണെന്നാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ഇത്. നമുക്ക് മേളിലെത്തിയിട്ട് എന്തായിരിക്കും അവിടെ നിന്നുള്ള കാഴ്ച എന്ന് നമുക്ക് പിന്നെ കാണാം മേളിലേക്ക് എത്തുമ്പോൾ. ഞങ്ങളൊരു 6 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇത് അത്യാവശ്യം വലിയൊരു കേബിൾ കാർ ആയതുകൊണ്ട് എല്ലാ ആംഗിളിൽ നിന്നും ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ആംഗിളിൽ മൂലയ്ക്ക് പോയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയും ഇപ്പം ഇവിടെ കാണാനില്ല. ഇപ്പം ഏകദേശം സ്നോയുടെ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്നോ ഇപ്പം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം സ്നോ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി ഇത് മേളിലേക്ക് ഇനിയും കയറി പോവാണ്. കാണുന്ന അറ്റത്ത് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. അവിടെ ഒരു ഹാൾട്ട് കാണാനുണ്ട് ഏറ്റവും മേളിൽ. അപ്പോൾ അവിടേക്കാണ് ഇത് പോകുന്നത്. അതിപ്പോൾ ഇവിടെ താഴെയൊക്കെ സ്നോ പെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടെ പൈൻ മരങ്ങളുടെയൊക്കെ ഇടയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. ഇപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മൾ പോകുന്ന സ്ഥലം. സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ മാക്സിമം കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്, മേളിലേക്ക് കയറിയിട്ട്. ഏകദേശം നമ്മളൊരു പകുതി വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. പകുതി കവറായിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഈ കണ്ടോ വ്യൂ ഒക്കെ ഭയങ്കര നല്ല നല്ല ബ്യൂട്ടിയാണ് കാണുന്നത്. ആൽപ്സ് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഗൊണ്ടോളയിൽ കയറിയിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് മേളിൽ നിന്ന് കിട്ടുന്നത്. താഴെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ലേക്ക് ഉണ്ട്. അതിന് കറക്റ്റായിട്ടൊരു ആംഗിൾ കിട്ടുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ വീഡിയോ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി മേളിൽ പോയിട്ട് കാണാൻ പറ്റുന്ന കാണുന്നു. ഈ കാണുന്നതാണ് ഐപ്സി ലേക്ക്. ഇപ്പോൾ ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ ആണിത്. സത്യം പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണ് ഈ ഐപ്സി എന്ന് പറഞ്ഞത്. നമ്മളെത്തി മേളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്നോ എല്ലാം ഇങ്ങനെ വളരെ തിക്കായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റും നമുക്ക്. നല്ല ഒരു ടോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ കയറി വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതും ഒരു ചില്ലിട്ടൊരു ബിൽഡിങ്, ചെറിയൊരു സെറ്റപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതൊക്കെ ആൽപ്സ് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു വ്യൂ ആണ്. പിന്നെ ഈ കാണുന്നത് ഐപ്സിയിൽ എന്ന് പറഞ്ഞെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലേക്കാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറൊക്കെ ഉള്ള ഒരു ലേക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നല്ല വലിയൊരു ലേക്കാണ് സത്യം പറഞ്ഞാൽ. മേളിൽ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാക്സിമം ഇവിടെ വ്യൂ എല്ലാം കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ.
അപ്പോൾ ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. മേളിൽ നമ്മൾ കയറുമ്പോൾ ഉള്ള റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റാണ്, വളരെ സ്പേഷ്യസ് ആണ്. പിന്നെ ഒരുപാട് ഡിഷുകളൊക്കെ മീൻസ് ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ വിശക്കുന്നവർക്കൊക്കെ ഇവിടുന്ന് കയറി ഫുഡ് അടിക്കാം. പിന്നെ വാഷ്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും എന്താ പറയുക, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അതായത് ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. ജർമ്മനിയുടെ ഏറ്റവും ടോപ്പിൽ, ഈസ്റ്റേൺ ആൽപ്സിൽ ഹയസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ഇതാണ് കാറ്റ്. അത്രയും കാറ്റാണ് ഇവിടെ. ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് മേളിൽ. ഈ കാണുന്നത് നമ്മുടെ IFC ലേക്ക് താഴെ. പിന്നെ ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് നടന്ന് കാണാൻ പറ്റും. ഇവിടെ വിൻഡ് മീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ റോളക്സിൻ്റെ ഒരു ക്ലോക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ വിൻഡ് ഇടയ്ക്ക് ഒരു 100 കിലോമീറ്റേഴ്സ് ആ റേഞ്ചിലൊക്കെ വരുമെന്നാണ് പറയണേ. അപ്പോൾ ഭയങ്കര കാറ്റാണ് മേളിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും ഒരു കേബിൾ കാർ എടുത്തിട്ട് താഴെയുള്ളൊരു ഗ്ലേഷ്യറിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് വേറെ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. നമ്മൾ ഈ 75-ൻ്റെ ഉള്ളിലെല്ലാം ഇൻക്ലൂഡഡാണ്. 25 യൂറോസിൽ എല്ലാം ഇൻക്ലൂഡഡായിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ ഈ ഗ്ലേഷ്യറിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഈ പറഞ്ഞ മൗണ്ടെയ്ൻസിൻ്റെയൊക്കെ ഇടയ്ക്ക് ഫോം ചെയ്യുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അവിടേക്കാണ് ഈ പോണത്. ഇവിടുത്തെ ഈ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഭ്രാന്തന്മാർക്കൊക്കെ വളരെ ഫേവറേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് അത്. പിച്ചിറ മേളിൽ പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഹൈ റിസ്ക് ആണ്, ഭയങ്കര കാറ്റൊക്കെയാണ് ഇവിടെ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സ്റ്റിൽ അവർക്കതൊന്നും അല്ല, ജർമ്മൻകാർക്ക്. അപ്പോൾ അവർ രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് ഇവിടെ സ്കീയിങ്ങിനൊക്കെ വരും. അതാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോ ബിൽഡിങ്ങുകൾ കാണാനുണ്ട്. ഇത് ഹോട്ടൽസാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ഹോട്ടലൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അവന്മാർ. എത്രത്തോളം റിസ്ക്കിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയും സ്നോ തന്നെയാണ്, എല്ലായിടത്തും സ്നോ തന്നെയാണ്. ഇപ്പോൾ മൗണ്ടെയ്ൻസിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് പറഞ്ഞ പോലെ സ്നോവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഫുൾ വൈറ്റാണ് ഇപ്പോൾ ഉള്ളത് കാണാൻ പറ്റുന്നത്. താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇറങ്ങി. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്, റൂട്ട് മാപ്പ് കാര്യങ്ങൾ. പിന്നെ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി റിട്ടേൺ പോകുന്നത് ഒരു ട്രെയിനിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്. വേറെയും കുറേ കേബിൾ കാർ റൈഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റൂട്ടുകളും കാര്യങ്ങളും ടൈമിങ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ടൈമിങ്സിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. ഇവർ ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, നമ്മൾ മൗണ്ടെയിൻ ട്രെയിനൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കാറ്റാണ്, പ്രതീക്ഷയെക്കാളും നല്ല കാറ്റാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ചർച്ച് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കണമെന്നുണ്ട്. അവിടെ ചർച്ച് ഭയങ്കര സംഭവം തന്നെയാണ്. ഗ്ലേഷ്യറിൻ്റെ ഇടയ്ക്കൊരു ചർച്ചൊക്കെ ബിൽഡ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല അവിടെ നിന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ കറങ്ങി അടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. അത് കണ്ട് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. ട്രെയിൻ എത്തിയിട്ടുണ്ട് നമുക്ക് പോകാനുള്ള. നല്ല ക്രൗഡഡാണ്, അത്യാവശ്യം ക്രൗഡായിരുന്നു. ഇതിൽ നമ്മൾ വീക്കെൻഡിലായിരുന്നു ഒന്നാമത് വന്നത്. അപ്പോൾ അത്യാവശ്യം ക്രൗഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന കാഴ്ചയാണ്. ട്രെയിനിലാണ്. ഇതിപ്പോൾ താഴെ വരെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഏറ്റവും താഴെ നമ്മൾ ഗാർമിഷ്, നമ്മൾ ആദ്യം വന്ന സ്റ്റേഷൻ വരെ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അത്ര സ്പീഡൊന്നുമില്ല. നമ്മൾ ഈ മൗണ്ടെയിൻ ട്രെയിനുകളൊക്കെ നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന ട്രെയിനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അതിനേക്കാളൊക്കെ കുറച്ച് വലിയ ട്രെയിനാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. ഇങ്ങനെ താഴത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേറൊരു ട്രെയിൻ മേളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഈ ട്രെയിൻ എടുത്ത് ഗ്ലേഷ്യറിൽ ചെന്ന് അവിടുന്ന് കേബിൾ കാർ എടുത്തും താഴേക്ക് ഇറങ്ങാം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു റൂട്ട് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു.
നമ്മളതൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ സ്റ്റേഷനിലെത്തി. തിരിച്ച് നമ്മളവിടുന്ന് നമ്മുടെ മ്യൂണിക്കിലേക്കുള്ള ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു 2 hours ജേണി ഉണ്ട് ഇവിടുന്ന് മ്യൂണിക്കിലേക്ക്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. വളരെ ത്രിൽഡ് ആയിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. എന്തായാലും ജർമ്മനി വരുന്നവർ ഇതെന്തായാലും മസ്റ്റ് സീൻ ആയിട്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. എന്തായാലും മസ്റ്റ് സീ സ്പോട്ടാണ്. മാക്സിമം വിസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ടിക്കറ്റ് റേറ്റ് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും പക്ഷേ അത് നല്ല വർത്തിയാണ്.